ഞങ്ങളുടെ വീടിന് ചുറ്റും പോലീസാ, മഫ്തിക്കാര്. എന്നെ അവന്മാരൊന്ന് വരട്ടാൻ നോക്കി. കയ്യിൽ ബോട്ടിൽ കണ്ടപ്പോ ഒരു ക്രോസ് വിസ്താരം. ഞാൻ പറഞ്ഞു, ഇതെന്റെ സ്വന്തം മിലിറ്ററി കോട്ടയാണ്. എന്റെ കോട്ടയിൽ ഒരു ബോട്ടിൽ മിസ്സിസ് മാഗി നിക്സൺ ഉള്ളതാ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, നിക്സൺ ഉള്ളപ്പോഴേ ഉള്ളതാ. ഇത് തടഞ്ഞാൽ I will take action against you. You know, I am a military man. അത് കേട്ടപ്പോ അവന്മാരൊന്ന് അയഞ്ഞു. ജോസിനെ അറിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ. കുറച്ചു നാളായി എവിടുന്നോ താമസിക്കുന്നു എന്നല്ലാതെ ഐ ഹാവ് നോ ഐഡിയ. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ, അവനും അവന്റെ സിസ്റ്ററും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന്. ഇക്കാര്യം എങ്ങാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ അവർ തൂക്കിയെടുത്തോണ്ടു. അവരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ, നഖത്തിനിടയിലൊക്കെ മുട്ടുസൂരി തറച്ചു. പറഞ്ഞാലും ഇല്ലെങ്കിലും പോലീസുകാർ ഇതൊക്കെ തന്നെ ചെയ്യും. അവളൊന്നും ചെയ്യണ്ട. പക്ഷെ അവനുണ്ടല്ലോ, ക്രിമിനൽ എന്ന് നീ പറഞ്ഞ പോരല്ലോ. എനിക്ക് ഉറപ്പാ, ഈസ് വെരി ഇന്നസെന്റ്. മതി മതി, ഇന്നത്തെ കോട്ട തീർന്നു. ഇന്ന് കഴിക്കും. ഓ മൈ ഗോഡ്, മഴ വരുന്നു. ഡ്രസ്സൊക്കെ ടെറസിലാ. ചെല്ല് ചെല്ല്. എവിടെയായിരുന്നു? ജോസിയെ കുറിച്ച് കേൾക്കുന്നതൊക്കെ സത്യമാണോ? നാൻസിയുടെ ഓപ്പറേഷന് പണമടയ്ക്കാൻ വേറെ ഒരു വഴിയും കാണാത്തോണ്ട ഞാൻ അങ്ങനെ ഒരു മതി, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. മോഷ്ടിച്ച് പണം പോലീസിൽ ഏൽപ്പിച്ച് ഒരു സത്യം പറഞ്ഞ് നാൻസി പുറത്തിറക്കാൻ നോക്ക്. അതിന് ആ പണം എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അവൻ പോയി. ബെന്നി അവൻ എന്നെ ചതിക്കുമായിരുന്നു മേഴ്സി. ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവാ. ഇല്ലെങ്കിൽ നാൻസി എന്നെ കിട്ടിയാൽ അവരവളെ വിടും. ഞാൻ പോലീസ് കസ്റ്റഡിയിലായാൽ പിന്നെ മേഴ്സി മാത്രമാണ് അവൾക്കൊരാശ്രയമായിട്ടുള്ളത്. ഓട്ടെ. സറണ്ടറായ പോലീസ് നാൻസി വിടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ആദ്യം ബെന്നി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ പണം തിരിച്ചു വാങ്ങാൻ നോക്കുക. എന്താടി, നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? നിനക്ക് ചെവി കേട്ടിടെ? അവിടെ ഒരു കള്ള കരച്ചില്. എന്താ സരോജിനി? പഠിച്ച കള്ളിയാ, അഭിനയിച്ച് രക്ഷപ്പെടാനാ വിചാരിക്കണേ. ഈ സരോജിനിയുടെ സ്വഭാവം ഇവർക്ക് അറിയാനിട്ടാ. നിരാഹാര സത്യാഗ്രഹം എടുത്ത് ചത്തുകളയാമെന്നായിരിക്കും. അതിന് ഞാൻ അവളെ വിട്ടിട്ട് വേണ്ടേ? മർദ്ദന മൃഗങ്ങളൊന്നും പ്രയോഗിക്കരുന്ന് CI അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേണ്ട, വിട്ടിട്ട് ഞാൻ അങ്ങ് തൊഴുതേക്കാം. അതിന് എന്റെ പറ്റി കയറാൻ വരുന്നത് എന്തിനാ? ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയൂ. കള്ളന്മാരെ കൈ കിട്ടിയ ഒന്ന് മേലനങ്ങി തല്ലാൻ സമ്മതിക്കില്ല. ആരെങ്കിലും മനസ്സറിഞ്ഞൊരു 10 രൂപ നക്കാപ്പിച്ച തന്നാൽ അത് വാങ്ങിക്കാനും സമ്മതിക്കില്ല. ഇതൊന്നും പാടില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പോലീസിൽ ചേർന്നത്? വല്ല സെമിനാറിലും പോയി അച്ഛനായിക്കൂടായിരുന്നോ അല്ലേ? എന്താ അങ്ങനെ പറയണേ? അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രതികളുടെ അല്ല, എന്റെ കൂടെ കാക്കുപ്പായിട്ട് ജോലി ചെയ്യുന്ന പിശാചുകളുടെ. പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും പാസ്സായി പുറത്തു വരുമ്പോ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. ലോക്കപ്പ് മരണങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ, പോലീസും കള്ളനും സ്നേഹത്തോടെ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ, എല്ലാം നിങ്ങൾ തകർത്തില്ലേ? രണ്ടുപേരൊന്ന് മാറിയെന്നേ സാർ. പേടിക്കണ്ട,
കുട്ടിയെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ആ പെരേര 5 ലക്ഷം രൂപയുടെ ചെറിയൊരു കളവ് നടത്തിയിട്ടുണ്ട്. അവൻ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? വല്ലതും കഴിക്കും. ആക്ച്വലി സംഭവിച്ചെന്താ, ഞാൻ ബ്രീഫ്. ഓ ഗുഡ് മോർണിംഗ്. വല്ല വിവരമുണ്ടോ? എനിക്കോ? അല്ല, ആർക്കെങ്കിലും. എടോ, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആർക്കെങ്കിലും വിവരം ഉണ്ടെന്ന് വെച്ചാൽ ഇടിച്ചതിന്റെ ലിവർ ഞാൻ വെള്ളമായി കളയും. സാർ, നമുക്കൊന്നും വിവരമില്ലെന്നാ ഇയാൾ പറയണത്. അയ്യോ മുരുക, അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട. എടോ, താൻ എന്റെ മുഖത്ത് നോക്കി വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ല. അയ്യോ, അത് സാറിനെ അല്ല. പിന്നെ ഈ സാറിനെ അല്ല. എന്താ സ്വാമി ഈ പറയണേ? വിവരമില്ലാഞ്ഞിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? സോറി സർ, എന്റെ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഹെഡ് സാർ തെറ്റിദ്ധരിച്ചതാ. സോറി, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു. കിട്ടി. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ എന്താ ഇത് കാഴ്ച ബംഗ്ലാവോ? ഒരുമാതിരി തൽക്കാലം സ്വാമി ചെല്ല്. തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. തൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തെണ്ടി പോകും സർ. അല്ലെങ്കിലും താൻ തെണ്ടും. ഒന്ന് മിണ്ടാതിരിക്കടോ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സ്വാമി, വല്ല വിവരമുണ്ടോ? അയ്യോ സോറി സർ, എന്റെ പണം തട്ടിയെടുത്ത ആളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങണ്ട. കിട്ടിയ വിവരം അറിയിക്കും. ചെല്ലേ. നമസ്കാരം സർ. സോറി. താങ്ക് യു സർ. ഇനി വരാൻ പോകുന്നത് നമുക്ക് കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ്. ഇന്നലെ രാത്രി 2 ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു. അയ്യോ, ഏത് ബാങ്കാണ് സാർ? അല്ല, ഞാൻ കാശിട്ടിട്ടുള്ള ബാങ്കാണെന്ന് അറിയാനാ. നോൺസെൻസ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഈ പെരേര ഒരു പെരും പുള്ളിയാണ്. ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല സാർ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല കുട്ടി. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭദ്രമിരിക്കേണ്ട തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണം പറയാൻ. പേടിക്കണ്ട സാർ, സരോജിനി അവളെ ഇടിച്ച് ഷേപ്പ് മാറ്റാമെന്ന് ഏറ്റിട്ടുണ്ട്. തെളിവ് ശേഖരിക്കില്ല നമ്മുടെ ജോലി, അല്ലാതെ ആൾക്കാരുടെ ഷേപ്പ് മാറ്റല്ല. ഫുൾ ഇടിയറ്റ്. ഇമാതിരിയുള്ള ചന്ത സംസാരം നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ആ മൃഗ ഡോക്ടർ തള്ളയെ ചോദ്യം ചെയ്തോ? കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. കിട്ടില്ല. തന്നെപ്പോലുള്ള ചോദ്യം ചെയ്താൽ കിട്ടാനുള്ള വിവരങ്ങൾ പോലും കിട്ടില്ല. അവരെ കൊണ്ട് മണി പോലെ കാര്യങ്ങൾ പറയുന്നത് തനിക്ക് കേൾക്കണോ? താനെന്റെ കൂടെ വാ. എന്നാ സരോജിനെ കൂടി വിളിക്കട്ടെ സാർ. മണ്ട, എന്നോട് ആരായിപ്പോ സിലോട്ട് ചെയ്യാൻ പറഞ്ഞേ? ആ പോലീസാണെന്ന് നാട്ടുകാർ അറിയില്ലേ? സോറി സർ. ഇതെന്താ ഇത്? ചൂണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. കയ്യിലിരിക്കുന്ന വടി എന്താന്ന് ചോദിച്ചത്? ലാത്തി. ലാത്തി കൊണ്ടാണോടാ മണ്ട ചൂണ്ടയിടുന്നത്? സോറി സാർ. പ്രതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ഓ, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് താൻ ഇങ്ങോട്ട് ചോദിക്കാ. എവിടം വരെ ആയ കാര്യങ്ങൾ? രാവിലെ പാൽക്കാരൻ വന്നതല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സാർ. ദേ, ഈ കറുത്ത പൊട്ട് നമ്മൾ ഇതിനു വേണ്ടി വെച്ചതാ. ആണ് സാർ. തന്നെ ആർക്കും മനസ്സിലായില്ല സാർ. എനിക്ക് പോലീസിലല്ല ജോലിയെന്ന് കവലിലുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാർ. നോൺസെൻസ്. ഇയാളെ മാറ്റിയിട്ട് വേറെ ബുദ്ധിയുള്ള ആരെങ്കിലും ഡ്യൂട്ടി വിടൂ. അങ്ങനെ സാറ് വാശി പിടിച്ചാൽ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. നിക്കണോ? പെരേര, നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ തിരിച്ച് ഡഗ്ലസിന്റെ അടുത്ത് കൊണ്ടുവിടും. ബി കെയർഫുൾ. കം ഓൺ, ഗോ ഇൻസൈഡ്. ഗോ. ടിങ്കു. ക്വസ്റ്റ്യനിങ്ങിന്റെ ഇടയ്ക്ക് കണാക്കുണാന്ന് വർത്താനൊന്നും പറഞ്ഞേക്കരുത്. അയ്യേ, ഒരു അക്ഷരം ഞാൻ വേണ്ടില്ല. യെസ്, കം ഇൻ. What do you want? ശരി, പെരേരയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ട. മാഡം, ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട്? 14. 14. അയ്യോ, താൻ ഈ ക്വസ്റ്റ്യനിങ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി? താങ്ക് യു. ഈ പെരേരയുമായുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? ഓ, പെരേര അവനെന്റെ സ്വന്തം മോനെ പോലെയാ. Not down. സാറിന് പേനുണ്ട? ഇല്ല, പുഴുകി തിന്നു. ഒരു പേനയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നു. Good. പെരേരയുടെ സ്വഭാവം എങ്ങനെയാ? വളരെ സ്നേഹമുള്ളവനാ. എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. He's a boxer. എവിടെയാ അവന്റെ നാട്?
He's from Bombay. ബോംബ് സ്ഫോടനം. ബോംബെ Yes, Bombay. അവിടെ വലിയ തെമ്മാടിയായിരുന്നു. അവന്റെ ശല്യം സഹിക്കയ്യാതായപ്പോൾ ഡഗ്ലസ് ആണ് ഇങ്ങോട്ട് അയച്ചത്. ആരാണ് ഈ ഡഗ്ലസ്? ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു. ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഐ സീ. അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും. അത് പ്രശ്നമല്ല സാർ, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ? Yes. എങ്കിൽ ഇതിലൊന്ന് ഒപ്പിടും. താങ്ക് യു വെരി മച്ച് മാഡം. Thank you. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. Oh yes. ഇപ്പൊ എന്തായി? എടോ, ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ഓരോരോ നാക്കുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഈ പെരേര ബോംബെയിൽ നിന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയും വേഗം ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അതിന് മാർഗമുണ്ട് സാർ. എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറാണ്. അവനൊരു കത്തിട്ടാൽ അവൻ Pereira. Hi. Come. ഡാ. നീ എന്ത് പോത്തിനാണ് ബോംബെയിൽ കാണിച്ചിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേ പോലീസ് വന്നിരിക്കുന്നു. കം നോട്ടി ബോയ്. അതെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ബല്ലിനും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കി. നേരം കുറെ ആയിരിക്കണ്. വേണ്ട, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉറങ്ങാനില്ല. ഉറങ്ങിയാൽ ഉടനെ പോലീസ് വന്ന് ഇരിക്കുന്നതാണ് സ്വപ്നം കാണണേ. നീ പോയി കിടന്നോ, നമ്മൾ വരാം. ഈ മനുഷ്യന് പരാന്താ. അയ്യോ, സൈതാലിക്കാം. നീയോ? നീയല്ല ആസ്പത്രിയിൽ നിന്ന് ഒരു പെണ്ണിനും കൊണ്ട് എന്റെ വണ്ടി കയറിയത്? അതെ സൈതാലിക്ക. അവളെ നായിന്റെ മോനെ, നിന്നെ തപ്പിയല്ല ഞാൻ നടക്കുന്നത്. സൈതാലിക്ക, ഞാനൊന്നും പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ടാ. ഞാനൊന്നും പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട കള്ളി മാറേ. ഇന്നത്തെ കൂട്ടി 9ാമത്തെ പ്രാവശ്യം പോലീസുകാർ ഇന്ന് ഇടിച്ചിട്ട് പോണേ. വൈദ്യര് പറഞ്ഞ എന്താന്ന് ഇങ്ങനെ ഡെയിലി ഒറ്റയടിക്ക് ചികിത്സിക്കാൻ പറ്റൂല. പോലീസിന്റെ അടുത്ത് മൊത്തത്തെ അടി കിട്ടുമെന്ന് അറിയട്ടെ. എന്നിട്ട് ഒന്നാമത് കഷായം വെച്ചുതരാം. എന്തിനാ പോലീസ് ഇരിക്കുന്നത്? പോലീസ് ഇരിക്കുന്നതോ ഓർക്ക് എന്നോടുള്ള സ്നേഹം മോനെ. പോലീസിന്റെ ഇടി കഴിയുമ്പോ ഉണ്ണിത്താൻ്റെ ആൾക്കാർ വരും. ദോഷം പറയരുത്, അവരുടെ ഇടിയല്ല, കവിത്തുച്ച് ഇങ്ങനെ തിരിക്കല. നീ ഒരൊറ്റ ഒരുത്തൻ കാരണം എന്റെ കുടുംബം ഇറങ്ങേറിലായത്. പോലീസിന് ഉണ്ണിത്താനും പിടിച്ചിന്റെ കെട്ടോലും കുട്ടികളോട് വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. അല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ വാ ഇറങ്ങോട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് ബാങ്കിൽ നിന്ന് മോഷിച്ച കാശില്ലേ, അത് അവിടെ കൊണ്ടുപോയി പുറത്തേക്ക്. എന്നാ ബാക്കിയുള്ളവർക്കെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ആ കാശ് എന്റെ ഇല്ല സീതാലിക്ക. പിന്നെ അത് ബെന്നിയുടെ കയ്യില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ബെന്നി തപ്പിയാണ് ഞാൻ നടക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടിയ അത് പോലീസിൽ ഏൽപ്പിച്ച് ഞാൻ സറണ്ടർ ആയിക്കോളാം. ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല. ഇക്കയുടെ അനിയനാണെന്ന് കരുതി എന്നെ ഒന്ന് സഹായിക്കും. ബെന്നി എവിടെ ഉണ്ടെന്ന് സീതാലിക്ക് അറിയോ? ബാങ്കിൽ നിന്ന് പണം എടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുന്ന് നാട് വിടാൻ ആ പരിപാടി എന്നാണ് അന്ന് പറഞ്ഞത്.